കാന്തല്ലൂർ മേഖലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒറ്റയാനടക്കമുള്ള കാട്ടാനകളെ തുരത്താൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി ഉയരുന്നത്. ടൗണിലടക്കം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒറ്റയാനെ തുരത്തുവാനായി വനംവകുപ്പ് അധികൃതരെ നാട്ടുകാർ വിളിച്ചപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അസഭ്യം പറഞ്ഞതായി നാട്ടുകാർ പറയുന്നു. വാഹനം എത്തണമെങ്കിൽ ഡീസലില്ലെന്നും സർക്കാർ പണം നൽകുന്നില്ല എന്നുമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി 3 മണിക്ക് പ്രദേശത്തെ റിസോർട്ടിനുള്ളിൽ കയറിയ ഒറ്റയാൻ വെളുപ്പിന് 5:45 തിരിച്ചുപോയത്. പാൽ വാങ്ങുവാൻ പുറത്തിറങ്ങിയ റിസോർട്ട് ജീവനക്കാരനായ രമേശ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കാന്തല്ലൂരിൽ റിസോർട്ടിൽ ആന കയറിയ സംഭവം പരിശോധിക്കാനെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ CPM ഏരിയ സെക്രട്ടറി A. ശ്രീനിവാസനും സംഘവും തടഞ്ഞുവച്ചു. കാട്ടാനശല്യം കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കുന്ന ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നില്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇന്നലെ രാത്രിയിൽ മെനഞ്ഞാന്ന് രാത്രി മുതൽ ആനശല്യം രാത്രിയിൽ മുഴുവൻ ഇവിടുത്തെ വാഴയും അതുപോലെ തന്നെ സ്ഥലങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ പല പ്രാവശ്യം ഫോറസ്റ്റ് ഓഫീസിൽ വിളിച്ച് പറഞ്ഞു. അവർ വിളിക്കുമ്പോഴെല്ലാം വളരെ ധിക്കാരപരമായാണ് സംസാരിക്കുന്നത്. അതിൻ്റെ റെക്കോർഡ് ചെയ്ത എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ഇന്നലെ രാത്രിയിൽ ജീവന് യാതൊരു ഇതുമില്ലാത്ത ഒരു സാഹചര്യമാണ് കാന്തല്ലൂർ മുഴുവനും. കാന്തല്ലൂർ ആന ബൈക്കുകാരെ റിസോർട്ടിൽ ജീവിക്കുന്ന റിസോർട്ടിൽ വരുന്ന ഗസ്റ്റുകളെ ഗസ്റ്റ് കിടക്കുന്ന തൊട്ടടുത്ത റൂമാണിത്. ഇവിടുത്തെ ഫോറസ്റ്റുകാരനെ വിളിച്ചാൽ സർക്കാർ പൈസ കൊടുത്തില്ല, സർക്കാർ ഡീസൽ അടിക്കാൻ പൈസ കൊടുത്തില്ല, ഞങ്ങളെങ്ങനെ ഉരുട്ടിക്കൊണ്ട് വന്നാൽ മതിയോട് വന്നാൽ ചോദിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥൻ. സർക്കാരിനെ തരം താഴ്ത്താൻ വേണ്ടിയിട്ട്, സർക്കാരിനെ ഇടിച്ചു കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ഈ തെമ്മാടിത്തരത്തിനെ അതിരി വരുത്താതെ സർക്കാർ ഇനി മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഈ ജനങ്ങൾ മുഴുവനും റോഡിലിറങ്ങും. ഫോറസ്റ്റുകാരനെ ഈ സർക്കാർ റോഡിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള പണി ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ ചെയ്യുമെന്നുള്ള. നൂറ്റാണ്ടുകളായി ജനങ്ങൾ താമസിക്കുന്ന കാന്തല്ലൂരിൽ കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചിട്ടും വനംവകുപ്പും സർക്കാരും നോക്കുകുത്തിയായി മാറിയെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് ബ്യൂറോ, മറയൂർ. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ഹൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള വിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റാ, എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.